ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ഹസ്ബൻഡിൻ്റെ നാടായ തൃത്താല ആ കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇവിടെ അജ്മാലി ഹീലിയോ ഭാഗത്തുള്ളൊരു ഫാം ഹൗസിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിയൊക്കെ കഴിഞ്ഞിവിടെ, അപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ തപ്പി നടക്കുകയാണ് ഫാം എവിടെയാണെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബാക്കിലൊന്നും ആരും ഇല്ല, കണ്ടില്ലേ, ഒഴിഞ്ഞൊരു പ്രദേശമാണ് ഇവിടുത്തെ ഫാമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒഴിഞ്ഞൊരു പ്രദേശമാണ്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ മുന്നോട്ട് എത്തിയിട്ടുണ്ട്, ആളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതിൽ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ വില്ലയുടെ ഉള്ളിൽ കയറി എൻട്രൻസ് മുതലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പറയുക, നല്ല ഗ്രീനറിയും നല്ല കുറേ മരങ്ങളൊക്കെ ആയിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു പൂള് പോലെ, കുളം പോലെ കാണാം. പിന്നെ അതിലത്തെ മുറ്റത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് കുട്ടികൾ കളിക്കാനുള്ള ഏരിയാസ് ഉണ്ട്, ഒരുപാട് ട്രീസ് ഉണ്ട്. ആ ട്രീസിൻ്റെ താഴെ കളർഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. കളർഫുൾ കല്ലുകളുണ്ട്. ഭയങ്കര ഭംഗിയാട്ടോ അത് കാണാൻ, ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വില്ലയുടെ ഫാം ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മജ്ലിസ് കാണാം. ആ മജ്ലിസിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. കാണുന്നില്ലേ നിങ്ങൾക്ക്, സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ കയറുന്ന മജ്ലിസിൻ്റെ ആ ഏരിയ എന്ന് പറയുന്നത്, ലീവിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സൈസ് ഉണ്ട്. അപ്പോൾ അജ്മാനിലാണ് ഈ ഫാം ഹൗസ് ഉള്ളത്. ചെറിയൊരു സ്വിമ്മിംഗ് പൂള്, പിന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂള്. ഒരു 10-25 പേർക്കൊക്കെ ഒറ്റ ടൈം പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ മെയിൻ ഹാളാണ്. ഈ മെയിൻ ഹാളിലാണ് ഈ തൃത്താലക്കാരുടെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ആളുകൾ കുറവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഈ ഹാളൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അത്രയും വലിയ ഹാളാണ്. ഈ ഹാളിൻ്റെ സൈഡിലൊക്കെ റൂമുകളുണ്ട്. ഗ്രീൻ റൂമായിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇവർ എഴുതി വെച്ചതാണ്, ഇവിടെ പ്രോഗ്രാംസ് നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിനും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂംസും കിച്ചൺസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റൂംസാണ്. അപ്പോൾ ഈ റൂമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വേർട്ടിക്കലായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഓരോ റൂമിൻ്റെ ഉള്ളിലും ആ റൂമുകാർക്ക് ആവശ്യത്തിനുള്ള ചെറിയൊരു പാൻട്രി കിച്ചൺ പോലെ ഉണ്ട്. അവിടെ കെറ്റിലും ഓവനും സ്റ്റൗവും എല്ലാം ഉണ്ട്. ഒക്കെ അടിപൊളിയായിട്ട് നല്ല നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോയി താമസിക്കുമ്പോഴുള്ള സ്റ്റെക്കേഷനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഹോട്ടൽ വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫാം ഹൗസ് വേണം, പ്രകൃതി ആസ്വദിക്കണം എന്നുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ഫാം ഹൗസാണിത്. ഈ ഫാം ഹൗസിൻ്റെ പേര് അത് ഞാൻ മറന്നു, ലാസ്റ്റ് എന്തായാലും കാണിക്കാം കേട്ടോ. ക്വീൻ ഫാം ഹൗസ്. യെസ്, ക്വീൻ ഫാം ഹൗസ്, അതാണ് ഈ ഫാം ഹൗസിൻ്റെ പേര്. ഇത് പുറത്തെ വലിയ ഹാള് കണ്ടില്ല, അവിടുത്തെ ബാത്റൂമാണത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു വേറൊരു മജ്ലിസ് പോലെ ഉണ്ട്. അപ്പോൾ ഇതൊരു റൗണ്ട് ആയിട്ടുള്ളൊരു ഏരിയ, സൈഡിൽ ഇങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങളിരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഇരുന്നിട്ടാണ് ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപ്പുറത്തെ മജ്ലിസിലോട്ട് പോയത്. സൈഡിൽ നിറയെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുട്ബോളും വോളിബോളൊക്കെ കളിക്കാൻ പറ്റിയ സൗകര്യങ്ങൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എന്താ പറയുക, സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ടൈം ഇങ്ങനെ നമുക്കിങ്ങനെ നടക്കുക, നല്ല അധികം ചൂടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ പോണത് വേറൊരു മജ്ലിസോട്ട്, ഗ്ലാസ് ഹൗസ് ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് ഗ്ലാസ് കൊണ്ടുള്ള ബിൽഡിങ്ങാണ്. തണുപ്പ് കാലത്തൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കളിക്കാൻ, ബില്ലിയാർഡ്സൊക്കെ കളിക്കാം. കണ്ടോ നിങ്ങൾ, സൗകര്യങ്ങൾ കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ട് ഇരിക്കാൻ. കുറേ പേർക്ക് 10-15 പേർക്ക് അറ്റ് ടൈം ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയാണ് സ്ത്രീകൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന ആളുകൾക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാം ഹൗസാണ്. ഇനിയിപ്പോൾ തണുപ്പ് കാലത്ത് എന്തായാലും ഇതിന് സ്വാഭാവികമായിട്ടും റെൻറ്റ് കൂടുന്നുണ്ടാവും, വണ്ടി റെൻറ്റൊക്കെ കൂടുന്നുണ്ടാവും. ഹോട്ട് സീസണിൽ റെൻറ്റ് കുറയും സ്വാഭാവികമായിട്ടും, തണുപ്പ് കാലത്ത് റെൻറ്റ് കൂടുകയാണ് ചെയ്യുക. പുറത്തെ പ്ലേ ഏരിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ റൗണ്ട് ഫുഡ് ഞങ്ങൾ കഴിച്ച സ്ഥലം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾക്ക് ഈ ഉള്ളിലത്തെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സൗകര്യങ്ങൾ നമുക്ക് ഹോട്ടലിൽ പോയി താമസിച്ചാൽ കിട്ടും. പക്ഷേ എന്നെ ആകർഷിച്ചത് ഇതിൻ്റെ പുറത്തെ എക്സ്റ്റീരിയറാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇങ്ങനെ ഞാനൊക്കെ ഇവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ, ഭയങ്കര ഗ്രീനറി, നിറയെ മരങ്ങൾ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ്. എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ്. നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പിക് ലവേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. കണ്ടില്ലേ, ഇത്രയും ഏരിയ വാസ്റ്റായിട്ട് ഏരിയ ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമുണ്ട്.
ഇനി നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ കുറച്ച് മൃഗങ്ങളുണ്ട്, ഫാം ഹൗസിൽ കുറച്ച് മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ കാണാൻ പോകണം. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. കോഴി, ആട്, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നല്ല, കണ്ടുകൊണ്ടിരിക്കുന്നത് മയിലാണ്. രണ്ട് മയിൽ, 2-3 മയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനെങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ടർക്കി കോഴി എന്നൊക്കെ പറയില്ലേ, അതുണ്ടായിരുന്നു, മയിലുകളുണ്ടായിരുന്നു. പിന്നെ വലിയ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. 2-3 ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഓസ്ട്രിച്ചിനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഈ മൃഗങ്ങളുടെ കൂടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ. അത്യാവശ്യം കളിക്കാനുള്ള ഏരിയാസ് ഉണ്ട് അവർക്ക്. പിന്നെ ഇതിന് ബാക്കിലോട്ടൊക്കെ സ്ഥലമുണ്ട്. കുറച്ചൊക്കെ നടന്നു പോയി നോക്കി. പിന്നെ ഓസ്ട്രിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ആ ഏരിയയൊക്കെ ഫുള്ള് വീഡിയോ എടുത്ത് കഴിഞ്ഞു. കുട്ടികൾ വൈകുന്നേരം, ഇതിപ്പോൾ ഞാൻ ഉച്ച സമയത്തായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നിറച്ച ആളുകൾ വന്നിട്ട് പ്ലേ ഏരിയ എല്ലാം നിറഞ്ഞിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒരു 3 മണിക്ക് നെക്സ്റ്റ് ഡേ ചെക്കൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. കാണുന്നില്ല, ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തെ ഈ കാഴ്ചകളാണ്. പിന്നെ ഈ ഫാമിൻ്റെ ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാൻ ചെറിയൊരു പാൻട്രി കിച്ചൺ പോലെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ടേബിളും ചെയറും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ നമുക്ക് ഈവനിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കട്ടൻ ചായയും സ്നാക്സൊക്കെ ആയിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വട്ടമെങ്കിലും അവിടെ പോയിട്ട് താമസിക്കണം എന്നുള്ളത്. തണുപ്പ് സമയത്ത് നല്ല തണുപ്പുണ്ടാവും കേട്ടോ. തണുപ്പ് സമയം കഴിഞ്ഞാൽ രക്ഷ ഉണ്ടല്ലോ, നല്ല തണുപ്പുണ്ടാവും. പക്ഷേ നല്ല ഭംഗിയിൽ ഇതിന് പുറമെ തന്നെ വേറെയും കുറേ ഔട്ട് ഹൗസ് പോലെയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു മെയിൻ കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പാൻട്രി കിച്ചൺ അല്ല, അത്യാവശ്യം വലുപ്പമുള്ള എല്ലാ ചായപ്പൊടി, പഞ്ചസാര, പാത്രങ്ങൾ, കുക്കിംഗ് റേഞ്ച്, എന്താ പറയുക, കബോർഡ്സ് എല്ലാം ഉണ്ട്. ഇതാണ് മെയിൻ കിച്ചൺ എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡിൻ്റെ സാധനങ്ങളായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യുകയും ചെയ്യും. അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഫാം ഹൗസിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ ഫാം ഹൗസ് ഏതാണെന്ന് ലാസ്റ്റ് ഇതിൽ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇതാണ് ക്വീൻ ഫാം ഹൗസ് അജ്മാൻ.